വരരുത്. അവര് വന്ന് ഡീസന്റ് ആയിട്ട് വെച്ചിട്ട് പോയി. അപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഈ ഒരു പൊടി പോലും തറയിൽ വീഴാതെ അവർ അത്രയും ഡീസന്റ് ആയിട്ടാണല്ലോ ചെയ്തിട്ട് പോയെന്ന്. ചെറിയൊരു കൈബദ്ധം പറ്റിപ്പോയി ഗൈസ്. നമുക്ക് സംഭവം വേറെ ഒന്നുമില്ല, കയ്യിൽ നിന്ന് കുറച്ച് പൊടി ഇവിടെ ആയി. നമ്മളിവിടെ ചെറിയൊരു ഡ്രില്ലിംഗ് പരിപാടി നടത്തി. അത് ഇതിന് വേണ്ടിയിട്ടാണ്. ഇത് ഷൂഡനിൽ നിന്ന് ഓർഡർ ചെയ്ത അയൺ ബോർഡും അയൺ ഹോൾഡറുമാണ്. ഇത് പൊക്കാനാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ പൊക്കി അങ്ങ് വെച്ചാൽ മതി. എല്ലാ വീട്ടിലും ആവശ്യമുള്ള ഒരു സംഗതിയാണ് ഈ ഒരു അയണിങ് ടേബിള്. ഞങ്ങൾ വേറൊന്നും മേടിക്കാന്ന് വിചാരിച്ചിട്ടിരുന്നത്. അപ്പോഴാണ് ഈ ഷൂഡിന്റെ ഇങ്ങനത്തെ സംഗതി കാണാൻ. നമ്മുടെ ഈ ഐറ്റം ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും ഒരു ഇതും കൂടെ ഉണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ശരിക്കും സ്ഥലപരിമിതി കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്. ഫ്ലാറ്റ് ആകുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒട്ടും സ്ഥലമില്ല. അപ്പൊ അങ്ങനെ എന്റെ ഓഫീസ് ടേബിളിലൊക്കെ കൊണ്ടുവച്ചാണ് ഇത് ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഗതികിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു സൊല്യൂഷൻ ആണ് ഗൈസ്. അങ്ങനെ വാൾ മൗണ്ടഡ് ആയിട്ടാണ് വരുന്നത്. ഒരു ഈസി ആയിട്ട് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ടപ്പടപ്പേന്ന് പറയും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ്. അന്ന് സംഭവം എനിക്ക് എന്താ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഈ ചവറുവരിയാണ് അവർ ചോദിച്ചത്. നമ്മൾ ഷീറ്റൊക്കെ ഇട്ടെന്ന് പറഞ്ഞാൽ വേണ്ട ചവറുവരി എന്നാ മതി. എന്നിട്ട് അത് അതിന്റെ അടിയിലോട്ട് വെച്ചിട്ട് ഡ്രില്ലെന്ന് 2 ഡ്രില്ല് അടിച്ച് അങ്ങ് വെച്ചിട്ട് എന്ത് ഡീസന്റ് ആയിട്ട് ചെയ്തിട്ട് പോയി നോക്കും. ചെയ്തിട്ട് പോയിട്ട് ചേട്ടൻ ഇങ്ങോട്ട് ശ്രദ്ധിക്കാതെ വന്ന് കാലിട്ടങ്ങ് ഇതാക്കി. ഇനി അത് പണിയായി. പക്ഷെ അവര് നല്ല ഡീസന്റ് ആയിട്ടാണ്. ഇവിടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. ആ ക്ലിപ്പ് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ആക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം ഇങ്ങനെ പോകും. 2 സൈഡിലും ഉണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് വലിക്കണം. കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് ഇത് മാത്രമല്ല, ഷൂറാക്കും സ്റ്റഡി ടേബിളും ഒക്കെ ഉണ്ട്. പിന്നെ ഓൾ കേരള, തമിഴ്നാട്, കർണാടക ഡെലിവറിയും ഫിറ്റിംഗും ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ പെട്ടെന്ന് അവിടെ വൃത്തിയാക്കിട്ട് വന്നാൽ നമുക്ക് ഫുഡ് കഴിക്കാം. ബൈ. ചേട്ടൻ വൃത്തിയാക്കും.